നമ്മൾ ഗ്രാജുവേറ്റ് ആയതിൻ്റെ സന്തോഷത്തിൽ അന്ന കോളേജിൽ നിന്ന് നേരെ നമ്മളെ ഫുഡ് അടിപ്പിക്കാനായിട്ടോ കൊണ്ടുപോയത്. ഒരു മോളിലോട്ടാണ് കൊണ്ടുപോയത്. ഇവിടെ വന്നിട്ട് കൊറിയൻ ഫുഡ് ട്രൈ ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അവൾ കാർ പാർക്ക് ചെയ്തിട്ട് വരാം, അതുവരെ ചില്ലറ ഷോപ്പിംഗ് ഒക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അകത്തോട്ട് വിട്ടതാട്ടോ. അകത്ത് കയറി ഓരോ കടയിലും കയറി ഇറങ്ങി കണ്ടുകൊണ്ടിരിക്കുന്നു. ആദ്യം കുറേ അകത്തുള്ള ഗ്ലാസ്സുകൾ, നമ്മുടെ കിച്ചൺ ഐറ്റംസ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ആയിരുന്നു. അതിൻ്റെയൊക്കെ വില കണ്ടപ്പോഴേ നമ്മൾ വായും പൊളിച്ച് നിൽക്കുമായിരുന്നു. പിന്നെ വില നോക്കാനായിട്ട് മാത്രം ഞങ്ങൾ ചുമ്മാ കയറിയിട്ടോ. ചുമ്മാ ഓരോന്ന് കുറ്റം പറയാനായിട്ട് ഓരോ കടയിലും കയറിയിട്ട് ഓരോ ഗ്ലാസ്സിനൊക്കെ എന്തിനാണ് ഇതിന് മാത്രം വിലയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതുകൊണ്ട് ഈ ഒരു ചെറിയ കപ്പിനൊക്കെ 17 യൂറോ, അതായത് ഒരു 1700 സംതിങ് വരും കേട്ടോ. ഇത്രയും പൈസയൊക്കെ കൊടുത്ത് ഇത്രയും ഇത് വാങ്ങേണ്ട ആവശ്യമുണ്ട്? ഒരു ചെറിയ സാധനത്തിന് വരെ ഭയങ്കര വില കേട്ടോ. ഈ ഗ്ലാസ്സൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ, പക്ഷെ അവിടെ എഴുതി വെച്ചേക്കുന്ന വില കണ്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഷോക്കേസിലേക്ക് വെക്കുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെയും വില കണ്ട് ഞങ്ങളുടെ കണ്ണന്തിച്ചു പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ജാക്കറ്റൊക്കെ ഉള്ള കടയിലായിട്ടൊക്കെ കയറി കേട്ടോ. ജാക്കറ്റിലൊക്കെ തൊടാൻ എന്താ സുഖം. ഇതിന് കുഴപ്പമില്ല, നോർമൽ വിലയൊക്കെയാണ്, പക്ഷേ തൊടാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ നമുക്ക് പിടിച്ചുകൊണ്ടിരിക്കാൻ തോന്നും, അത്രയ്ക്ക് സുഖമുള്ളതായിരുന്നു കേട്ടോ. 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഞങ്ങൾ അത്യാവശ്യം ഷോപ്പിംഗ് ഒക്കെ നടത്തി കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് അവൾ വന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കൊറിയൻ ഫുഡ് ട്രൈ ചെയ്യാനായിട്ട് പോയി കേട്ടോ. ബുഫേ സിസ്റ്റം ആയിരുന്നു അവിടെ, നമുക്ക് ഇഷ്ടമുള്ളത് പോയി എടുക്കാം മകനായിരുന്നു. കണ്ട ആക്രാന്തത്തിൽ കുറേ സാധനങ്ങൾ എന്തൊക്കെയോ വലിച്ചു വാരി ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാവരും കൂടുതലും അവിടെ വന്നിട്ട് സാലഡ്സ് ആണെന്ന് തോന്നുന്നു എടുക്കുന്നത്. ഞാനാണെങ്കിൽ ഒരു ഒറ്റ പച്ചക്കറി പോലും അതിൻ്റെ കൂട്ടത്തിൽ എടുത്തിട്ടില്ല. ഒരു പച്ചക്കറി എടുത്തു കേട്ടോ, ഒരു ബീട്രൂട്ട് പോലെ ഇരിക്കണ ഏതാണ്ട്. പക്ഷേ ഞാനത് കഴിച്ചത് പോലും ഇല്ല, വെറുതെ എടുത്ത് വെച്ചത് ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട്. കാരണം ബാക്കിയുള്ള എല്ലാ ഐറ്റംസിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് ഞങ്ങൾ പ്രധാനമായിട്ട് പഠിച്ചത് ഈ സ്റ്റിക്കില്ലേ, നമ്മുടെ കൊറിയക്കാരൊക്കെ യൂസ് ചെയ്യുന്ന സ്റ്റിക്ക് വെച്ചിട്ട് കഴിക്കാൻ പഠിച്ചു കേട്ടോ. ഇത് പക്ഷേ യൂസ് ചെയ്യാനായിട്ട് ഇച്ചിരി പാടാണ്. പക്ഷേ ആദ്യം യൂസ് ചെയ്യാനായിട്ട് ഇച്ചിരി കുഴപ്പമുണ്ടെങ്കിൽ ഒരു 2-3 തവണ ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കത് ഓക്കെ കേട്ടോ. പക്ഷേ ചെറിയ ചെറിയ പീസുകൾ മാത്രമേ ഇതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റുന്നുള്ളൂ. അത് ആദ്യം നമ്മൾ കത്തിയും മുള്ളും വെച്ചിട്ട് മുറിച്ച് വെച്ചതിന് ശേഷം വേണം ആ സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് വലിച്ചെടുക്കാൻ, അങ്ങനെ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അത് വെച്ചിട്ട് ഒരുപാട് ആക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ അതിൽ സ്റ്റിക്കിൽ നമ്മുടെ കയ്യിൽ സ്റ്റിക്കിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ വായിലോട്ട് കൊണ്ടുപോരാനായിട്ട് എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇടയ്ക്ക് വെച്ച് താഴെ പോയാലെന്ന് കരുതിയിട്ട് സ്റ്റിക്കിൽ സാധനം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ നേരെ സ്റ്റിക്കിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകും. അതായിരുന്നു ഇച്ചിരി കൂടെ എളുപ്പം കേട്ടോ. പിന്നെ ഞാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റെഫിയോടും ട്രൈ ചെയ്യാൻ പറഞ്ഞ്, അങ്ങനെ അവളും പോയി സ്റ്റിക്കൊക്കെ എടുത്തിട്ട് വന്ന് ട്രൈ ചെയ്യാൻ നോക്കി. ആദ്യം എന്നെ കുറച്ച് പഠിപ്പിച്ചൊക്കെ കൊടുത്തു, എന്നിട്ട് അവൾ ട്രൈ ചെയ്തു. കുറച്ച് നേരം ആ സ്റ്റിക്ക് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുമായിരുന്നു. പിന്നീടാണ് കേട്ടോ അതൊന്ന് അവിടെ കയ്യിലോട്ട് കിട്ടിയത്. ഏതായാലും നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ട് തിന്നാനായിട്ട്. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.